السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. إن شاء الله നമ്മുടെ വഅളും മജ്ലിസുമൊക്കെ നാളെ വരുന്നുണ്ട്. ഇന്ന് ഉദ്ഘാടന സെഷനായതുകൊണ്ട് വന്നിരായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ രണ്ട് വാക്ക് പറയണം എന്നവിടുന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. മടവൂർ കോട്ട എന്ന ഈ മഹത്തായ സ്ഥാപനം, ആ പേര് നിർദ്ദേശിച്ചതും പേരിട്ട് കൊടുത്തതും മഹാനരായ ശൈഖുൽ മശായിഖ് റഈസുൽ മഹ്ബൂബീൻ ഖുതുബുൽ ആലം അശ്ശൈഖ് മുഹമ്മദ് അബീബക്കർ വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങൾക്ക് എല്ലാം കൊടുത്ത് ആദരിച്ചവരിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുപോലെ തന്നെ മഹാനരായ സുൽത്താനുൽ ആരിഫീൻ ഖുതുബുൽ ആലം വടകര മുഹമ്മദാജി തങ്ങളുപ്പാപ്പ. അങ്ങനെയുള്ള രണ്ടു ബഹറുകളായ മഹാവ്യക്തിത്വങ്ങൾ, യുഗപുരുഷന്മാർ, അവരുടെ നിർദ്ദേശത്തിൽ ജീവിച്ച് വർഷങ്ങളായി ഇവിടെ 37ാം വാർഷികമാണ് നമ്മുടെ കോട്ടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് പ്രത്യേകമായി തങ്ങളവറുകളുടെ തർത്തീബിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും സ്നേഹം എന്നതാണ് സൂഫിയാക്കളുടെ മുഖമുദ്ര. എല്ലാവരും, നേരത്തെ പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ എല്ലാവരോടും സ്നേഹം. നമ്മൾ ആരെ ആക്ഷേപിച്ചാലും, നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും അതിനൊന്നും അതേ രൂപത്തിൽ മറുപടി പറയുക എന്നത് സൂഫി വഴിയിലില്ല. അതാണ് അവരുടെ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടത്. മഹാനരായ അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ എന്തെല്ലാം വിളിച്ചു. തബഖാത്തുൽ കുബ്രയിൽ ഇമാം അബ്ദുൽ വഹാബ് അശ്ശഅറാനി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്, കൽബ് മുന് കൽബ്, യാ കൽബ് യാ ദജ്ജാൽ. ഇതൊക്കെ ആരെ വിളിച്ചിട്ടുണ്ട് അന്ന്? ശത്രുക്കൾ. മഹാനരായ അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് അത് ചെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ അങ്ങോട്ട് നമ്മളും വിളിക്കാൻ തുടങ്ങാൻ എന്താവും അവസ്ഥ? അപ്പൊ നമ്മളെ വ്യക്തിപരമായി എന്ത് ആരോപണങ്ങൾ ആര് പറഞ്ഞാലും അതിന് മറുപടിയില്ല. അവരോട് അതാണ് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക. അപ്പോഴാണ് അവര് നമ്മൾ ശത്രുതയുള്ള അവസ്ഥയിൽ നിന്ന് മാറി അവര് നമ്മുടെ നല്ലൊരു മിത്രമായി മാറും. കക്കാട് ഫൈസി പറഞ്ഞതിന്റെ ഒരു മറുവശം കൂടി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാനും പാടില്ല. അതെന്താണ്? സൂഫി വഴിയിൽ മൂപ്പര് പറഞ്ഞ സംഭവങ്ങളൊക്കെ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുമ്പോൾ തിരിച്ചു മറുപടി പറയാനോ അതേ ശൈലിയിൽ ഇടപെടാനോ പാടില്ല എന്നതിൻ്റെ രേഖകളാണ്. അതേ സമയത്ത് പരിശുദ്ധ റസൂൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ മശായിഖ്,
അതുപോലെ പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ കാര്യത്തിലോ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ദീനിനെ കുറച്ച് അല്ലെങ്കിൽ ഹബീബിന്റെ സ്ഥാനങ്ങളെ ഇടിച്ചുതാഴ്ത്തി ആരെങ്കിലും സംസാരിച്ചാൽ അവിടെ വിട്ടുവീഴ്ചയില്ല, അതിശക്തമായി മറുപടി കൊടുക്കലാണ് തസവ്വുഫിന്റെ വഴി എന്നതും നമ്മൾ പഠിക്കണം. അതിന് കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല. ഞാൻ ഓതിയ ഒറ്റ ആയത്ത് മതി. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്നവർ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അബ്തറാണ്, പരമ്പര മുറിഞ്ഞ ആളാണ്, ലക്ഷണം കെട്ട ആളാണ് എന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ സൂഫി പാരമ്പര്യം സമാധാനമാണ്, തിരിച്ചൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ഒരു വഴിയല്ല ഖുർആൻ പഠിപ്പിച്ചത്. പരിശുദ്ധമായ ഖുർആൻ അവിടെ ഇടപെട്ടത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തീർച്ചയായും അങ്ങയെ സംബന്ധിച്ച് ലക്ഷണം കെട്ടവനാണ്, അങ്ങയുടെ പരമ്പര മുറിഞ്ഞ ആളാണ് എന്നു പറഞ്ഞവൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ അബ്തറാണ്, ലക്ഷണം കെട്ട ആളാണ്, അവൻ ശരിയല്ല. അത് ആരോടുള്ള മഹബ്ബത്താണ്? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അല്ലാഹുവിന്റെ മഹ്ബൂബിയത്താണ്. അപ്പൊ നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ പറഞ്ഞാലും അത് അലാമ ബഹുമാനപ്പെട്ട ശൈഖുൽ അക്ബർ, ഖുതുബുൽ അക്ബർ അബുൽ ഹസൻ ഷാദുലി തങ്ങളായാലും യഹ്യൽ ബുഖാരി തങ്ങളും വടകരോറും ബഹുമാനപ്പെട്ട മടവൂര് ശൈഖുനയും എല്ലാവരും പഠിപ്പിച്ചു തന്ന ഇന്ന് നമ്മളെ മശായിഖന്മാരും, അതാണ് ഇത്ര സമയം ഇവിടെ പറഞ്ഞത്, നമ്മളൊക്കെ അത് ആവർത്തിച്ചു പറയുന്നവരാണ്. പക്ഷേ ഹബീബായ തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അങ്ങാടിയിൽ വന്നു, ഹബീബായ തങ്ങൾ കൂടെയുണ്ട്. അവിടത്തെ കഴുതപ്പുറത്താണ്, യഅ്ഫൂർ എന്ന കഴുതപ്പുറത്താണ് ആരുള്ളത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ കഴുത മൂത്രമൊഴിച്ചു. മുനാഫിക്കായ അബ്ദുല്ലാഹി ഇബ്നു സലൂലുണ്ട് അവിടെ. അയാൾ പറഞ്ഞു, മുഹമ്മദ്, നിന്റെ ഈ കഴുതയുടെ മൂത്രം എന്തൊരു ഗന്ധമാണതിന്, നാറ്റമാണതിന്. ഉടനെ മറുപടി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അബ്ദുല്ലാ, നിന്റെ സുഗന്ധമുണ്ടല്ലോ, നിന്റെ ത്വീബ്, അതിനേക്കാൾ എത്രയോ സുഗന്ധമുള്ളതാണ് ഹബീബായ തങ്ങളുടെ കഴുതയുടെ മൂത്രമെന്നാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്. മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, തബ്ബല്ലക യാ മുഹമ്മദ്, കണ്ടില്ലേ, തബ്ബല്ലക യാ മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട് മുഹമ്മദേ നിനക്ക് നാശമെന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ എന്താ മറുപടി പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ എന്താണ് അവിടെ പഠിപ്പിച്ചത്? ആ പറഞ്ഞ അബൂലഹബിന്റെ പേര് തന്നെ പരാമർശിക്കുകയാണ്, അബൂലഹബിനെ തന്നെ പറയുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞു? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചുപോയി, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഓൻ തന്നെ നശിച്ചുപോയി. അവൻ മാത്രല്ല, ഉംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, കണ്ടില്ലേ നിങ്ങൾ, അവന്റെ ഭാര്യയെ അടക്കം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ടാണ് സത്യത്തിന്റെ ശത്രുക്കളോട്, സ്നേഹത്തിന്റെ ശത്രുക്കളോട് അവരോട് സ്നേഹമില്ല. അതല്ല ഇവിടെ പഠിപ്പിച്ചതിന്റെ വഴി. അല്ലെങ്കിൽ ഇവിടെ ബദർ സംഭവിക്കൂലല്ലോ, അല്ലെങ്കിൽ ഉഹുദ് സംഭവിക്കൂലല്ലോ, അല്ലെങ്കിൽ ഖന്തക്ക് സംഭവിക്കൂലല്ലോ. സത്യത്തിന്റെ എതിരാളികൾ എന്ന് പറയുമ്പോ അവിടെ വ്യക്തി താല്പര്യങ്ങൾ കടന്നു വരാൻ പാടില്ല. അതാണ് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങൾ. യഹ്യൽ ബുഖാരി തങ്ങള് നമ്മളിവിടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞ വാപ്പയോട്, അവശനായ ഒന്നിനും കഴിയാത്ത വാപ്പയോട് കേരളത്തിലെ ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ആള് ഉപമിച്ചപ്പോ നമ്മൾ അതിനെതിരിൽ ശക്തമായി പറഞ്ഞു. അതിനെല്ലാ പിന്തുണയും തന്നത് ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങളെ പോലെയുള്ള ഏറ്റവും വലിയ ഇന്നത്തെ നമ്മുടെ നേതാക്കളാണ്.
മാത്രമല്ല സ്നേഹം തന്നെ സംസാരിച്ച് അങ്ങനെ തന്നെ ലോകത്തെ പഠിപ്പിക്കുന്ന സയ്യിദ് അവറുകൾ നിങ്ങൾ കണ്ടില്ലേ? അത്തരം പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേട്ട് എന്താ അതിനോട് പ്രതികരിക്കുന്നത്? മുനാഫിക്കാണവൻ, ശരിയല്ലവൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുഴഞ്ഞ വാപ്പയോട് ഉപമിച്ചാൽ ആ പറഞ്ഞ ആളോട് സ്നേഹം വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നടക്കുന്നതല്ല. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണ്. അത് സ്വഹാബത്ത് പഠിപ്പിച്ച മഹബ്ബത്താണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുൽ ഖാദിറുൽ ജിലാനി, ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി, അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചു നോക്ക്. എല്ലാവരോടും സ്നേഹം, അത് അവിടെ വഅള് പറയുന്ന വഅളിന്റെ സമാഹാരമാണ് അൽ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വളരെ ശക്തമായി സംസാരിക്കേണ്ടവരോട് യാ ജാഹിൽ എത്ര തവണ കാണാമതിൽ, യാ ഹംഖ്, യാ അഹ്മഖ്, ഇതൊന്നും അവരെ വ്യക്തിപരമായി കുറ്റം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പറഞ്ഞതല്ല. അതേ സമയത്ത് അവനവന്റെ ഇച്ഛക്കനുസരിച്ച് ദീനിനെ ദുർവ്യാഖ്യാനിക്കുകയും ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുകയും മശായിഖിനെ പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായ നീക്കമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മശായിഖന്മാരുടെ നേതൃത്വത്തിൽ, നമ്മുടെ നേതാവായ യഹ്യൽ ബുഖാരി തങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ടം അണു അളവ് വിട്ടുവീഴ്ചയില്ല, എവിടെയുമില്ല. നമ്മളെ പറഞ്ഞതിന് തിരിച്ചു പറയാറില്ല. ഞങ്ങളൊക്കെ ഫോൺ എടുക്കുമ്പോ അധികവും തെറികളാണ് വരാറുള്ളത്. ഞങ്ങളുടെ വാട്സപ്പുകളിലേക്ക് വരുന്ന മെസ്സേജുകൾ എത്രയാണ്, പക്ഷേ അതിനൊന്നും മറുപടി പറയാറില്ല. അതേ സമയത്ത് ഞങ്ങൾ സ്നേഹിക്കുന്ന, നമ്മളെല്ലാം ആദരിക്കുന്ന ശൈഖുൽ മശായിഖ് തങ്ങൾ പഠിപ്പിച്ചു തന്ന, മഹാനായ വടകര ഓര് നമുക്ക് കാണിച്ചു തന്ന യഹ്യൽ ബുഖാരി തങ്ങളെ നിന്ദിക്കുമ്പോ അവരോടൊന്നും പറയണമെന്നില്ല. പക്ഷേ നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവര് നമ്മുടെ നേതാവാണ്. അവരെ ഇകഴ്ത്തിയാൽ ആ ഇകഴ്ത്തിയവർക്കെതിരെ തിരിച്ചടിക്കൽ അണികളായ ഞങ്ങളുടെ ബാധ്യതയാണ്. അതാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാവരോടും ഇഷ്ടം, നമ്മൾ ശംസുൽ ഉലമയുടെ മദ്ഹ് പറയുന്നവരാണ്. നേരത്തെ കക്കാട് പൈസ പറഞ്ഞല്ലോ, യഹ്യൽ ബുഖാരി തങ്ങളെ കാണാനുള്ള സന്ദർഭം ഒരുക്കി തന്നത് AP ഉസ്താദാണ്. ആ നന്ദി ഞങ്ങൾക്കുണ്ട്. അത് ഞാനൊക്കെ പറയുന്നത് തന്നെയാണല്ലോ. ബഹുമാനപ്പെട്ട എന്റെ ശൈഖുനയെ എനിക്ക് കാണിച്ചു തന്നത്, കൊണ്ടുപോയി തന്നത് ഒക്കെ അവരാണ്. അപ്പൊ നന്ദി അതെല്ലാവരോടും ആവശ്യമാണ്, അതുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടതും, ഒരു പേര് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും ആദരവോടെ അവരുടെ വിശേഷണങ്ങളൊക്കെ ചേർത്ത് പറയേണ്ടത് അത് ഔലിയാക്കളുടെ പേരിനാണ് കൂടുതൽ മഹാത്മ്യം കൊടുക്കേണ്ടത്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് മാത്രം പറഞ്ഞാൽ അത് ശരിയാവൂല. അവിടെ ഖുതുബുൽ അഖ്താബ് എന്ന് പറയണം, സയ്യിദു സാദാത്ത് എന്ന് പറയണം, ഗൗസുൽ അഅ്ലം എന്ന് പറയണം, സുൽത്താനുൽ ഔലിയ എന്ന് പറയണം. ഏതെങ്കിലും ഒരു മൊയ്ലിയാരെ പേര് പറയുമ്പോൾ അവിടെ ഒരു സ്ഥാനം വിട്ടുപോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ കൊടുത്ത പേരുകളാവും. അതേ സമയത്ത് മടവൂര് ശൈഖുന അവരെ സംബന്ധിച്ച് പറയുമ്പോ അവര് ഖുതുബുൽ ആലമാണ്, ബഹുമാനപ്പെട്ടവര് ശൈഖുൽ മശായിഖാണ്, ബഹുമാനപ്പെട്ടവര് ഖുതുബുൽ ആലമും റഈസു സാഹിദീനുമാണ്. അതുപോലെ വടകര ഓരെ കുറിച്ച് പറയുമ്പോ കാലഘട്ടത്തിലെ ഹയാത്തിലുള്ള മഹാന്മാര് പറയുന്ന വാക്കെന്താണ്? സുൽത്താനുൽ ആരിഫീനാണ് അവര്, ഖുതുബുൽ ആലമാണവര്. ഇതൊക്കെ വടകര ഓരെ സംബന്ധിച്ച് ഇന്ന് ഹയാത്തിലുള്ള മഹാന്മാര് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പേര് പറയുമ്പോ അതിന് മുൻതൂക്കം നൽകുകയും, അത് പറയണ്ടെന്നൊരുത്തൻ പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ശക്തമായി പറയുകയും ചെയ്യും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ അതിന്റെ ഒരു വിശദീകരണം കൂടി നൽകിയതാണ്. കക്കാട് ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ടെന്ന് ഉസ്താദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട. പരിശുദ്ധ ദീനിനെതിരിൽ
ആര് പറഞ്ഞാലും ഒരു അണു അളവ് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ശക്തമായ പോരാട്ടം. എനിക്ക് ഓർമ്മയുണ്ട്, കക്കാട് ഫൈസി ഈ വിഷയം തുടങ്ങിയ കാലത്ത് പേരോട് അബ്ദുറഹ്മാൻ തക്കാഫി അപ്പുറത്തുനിന്ന് പ്രസംഗിച്ചിരുന്നു. അന്ന് അതേ ഭാഷയിൽ തിരിച്ചടിച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതാണ് തസവുഫിന്റെ വഴി, അല്ലെങ്കിൽ അതും കൂടി തസവുഫിന്റെ വഴിയാണ്. നമ്മുടെ മശായിഖിനെ പറഞ്ഞാൽ അവരെ വിടാൻ പറ്റില്ല നമുക്ക്. അതും അവരോട് ആ പ്രാമാണികമായുള്ള അവതരണം, അവിടെയും ചീത്ത വാക്കുകൾ പാടില്ല. നമ്മുടെ മശായിഖ് നമ്മൾ ഉപദേശിക്കുന്നതാണ്. വാക്കുകൾ ശ്രദ്ധിക്കണം, പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. കിതാബ് വെച്ചു പറഞ്ഞാൽ ഈ ആഴ്ചയിലുണ്ടായ 2 സംഭവം ഫതുഹുർ റബ്ബാനി വെച്ച് ഒരു മുസ്ലിയാർ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്? ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഞങ്ങളുടെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാര് തന്നെയാണ്. ആ ഉസ്താദുമാരെ സ്വീകരിക്കണം, അല്ലാതെ ആത്മീയ ഗുരുവില്ല എന്ന് ഫതുഹുർ റബ്ബാനി എന്ന ഔദുൽ ആലമിന്റെ കിതാബ് വായിച്ച് ഒരാൾ പറയുമ്പോ അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റില്ല. അത് തെറ്റാണെന്ന് പറയണം. അതാണ് സൂഫിയുടെ വഴി. അതേപോലെ തന്നെ മറ്റൊരു കിതാബ് വായിച്ചു, റദുൽ ഫുഖറ അൻ ദഅവൽ വിലായത്തുൽ കുബ്ര എന്ന മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ കിതാബ്. ആ കിതാബ് വായിച്ച് ഔലിയാക്കന്മാര്, മശായിഖന്മാര് എന്നൊക്കെ പറയുന്നത് മുസ്ലിയാക്കന്മാരാണ്. യഹ്യൽ ബുഖാരി തങ്ങളോ വടകരോറോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരോ ഇവരാരും അതിൽ പെടില്ല എന്ന് ഒരുത്തൻ വാദിച്ചാൽ ആ കിതാബ് തന്നെ വായിച്ചത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് പ്രതിരോധം. അത് തസവുഫിന്റെ വഴിയാണെന്ന് പറഞ്ഞാൽ പോരാ, അതാണ് അതിന്റെ മർമ്മം. കാരണം തസവുഫ് എന്ന് പറയുന്നത് അത് ഖുർആനിന്റെയും ഹദീസിന്റെയും മശായിഖുമാരുടെയും വഴിയാണ്. ആ വഴിയാണ് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങളും ഇവിടെ ഏത് കാലത്തും ഇന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ യഹ്യൽ ബുഖാരി തങ്ങളുടെ സദസ്സും അവരുടെ വേദിയും ഒക്കെ ആകുമ്പോ ആ തങ്ങളവറുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുകൂടി അംഗീകരിക്കുന്ന ശൈലി, അതാണ് നമ്മുടെ മജ്‌ലിസിൽ നമുക്ക് കേൾക്കാൻ അഭിഖ്യാമം. അല്ലാഹു സുബ്ഹാനഹു വ തആല തസവ്വുഫിന്റെ വഴി, മഹാന്മാരെ വഴി അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ഷാദുലി റാത്തീബ് നടക്കാനുണ്ട്. അതിനുശേഷം നമ്മുടെ പല ക്ലാസ്സുകളും നടക്കേണ്ടതുണ്ട്. അതുപോലെ നാളെയും നമ്മുടെ പരിപാടി തുടരേണ്ടതുണ്ട്. വന്നിരായ നമ്മുടെ ശൈഖുനയുടെ മജ്‌ലിസ് ഉണ്ട്. അതുപോലെ യഹ്യൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള മജ്‌ലിസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇവിടത്തെ അച്ചടക്കവും ഇവിടത്തെ അദബും, ഈ ഭൂമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മടവൂർ ശൈഖുന തന്റെ സ്വന്തം കൈകൊണ്ട് മടവൂർ കോട്ട എന്ന് എഴുതി കൊടുത്തതാണ്. അപ്പൊ അതിന്റെ ഒരു മഹാത്മ്യം അത് നമ്മൾ മനസ്സിലാക്കണം. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒക്കെ നല്ല ആ ഒരു ആദരവിൽ പരസ്പരമൊക്കെ സംസാരിച്ച് ഒന്നും അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ തങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.